പറളിയിൽ വെച്ചിട്ട് പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി, അതായത് ഭാരതപ്പുഴയുടെ ഏത് പോഷക നദിയാ പറളിയിൽ വെച്ച് ചേരുന്നത്? കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴയാണ് പറളിയിൽ വെച്ചിട്ട് ഭാരതപ്പുഴയോട് ചേരുന്നത്. ഈ പുഴ ഭാരതപ്പുഴയുടെ ഏത് പോഷക നദിയാണ് എവിടെ വെച്ചാ പറളിയിൽ വെച്ച് ഭാരതപ്പുഴയായിട്ട് ചേരുന്നത്? കണ്ണാടിപ്പുഴയാണ്. പിന്നെ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏത് ഇതാ? കണ്ണാടിപ്പുഴയാണ്. കണ്ണാടിപ്പുഴയാണ് ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നതാണ് കണ്ണാടിപ്പുഴയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാ? കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിലാണ് ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാ? ഭാരതപ്പുഴ. ഭാരതപ്പുഴയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്ന എവിടെയാ? ഭാരതപ്പുഴയില്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാ? അറബിക്കടലില്. പതിക്കുന്നത് അറബിക്കടലില്. ഇത് ഒറിജിൻ എവിടെയായിരുന്നു? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് അതിന്റെ ഉത്ഭവം. പതിക്കുന്നത് എവിടെയാ? അറേബ്യൻ സീയിൽ, അതായത് അറബിക്കടലിലാണ്. ഓക്കെ, ഇനി ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലം എന്താ? സ്ഥലം എന്ന് പറയുന്നത് പൊന്നാനി. അതായത് ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേരുന്ന സ്ഥലമാണ് പൊന്നാനി. അതുപോലെ അതുപോലെ നമ്മുടെ ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം. ഏത് മത്സ്യബന്ധന തുറമുഖ ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്നത്? പൊന്നാനി തുറമുഖമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം എന്ന് പറയുന്നത് പൊന്നാനി തുറമുഖമാണ്. ഓക്കെ, അപ്പം പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദി ഏതാ? കണ്ണാടിപ്പുഴയാണ്. അതുപോലെ ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഏതാ? കണ്ണാടിപ്പുഴയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയില്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെ? അറേബ്യൻ സീയിൽ, അതായത് അറബിക്കടലിൽ. ഉത്ഭവിക്കുന്നത് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് ഭാരതപ്പുഴ പതിക്കുന്നത് അറബിക്കടലിലും. പിന്നെ ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേർന്ന സ്ഥലം ഏതാ? പൊന്നാനിയാണ്. പിന്നെ ഭാരതപ്പുഴ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം. ഇനി കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദി തടാകമാണ് ഏത്? ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള തടാകം എന്നറിയപ്പെടുന്നത്. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള തടാകം എന്നറിയപ്പെടുന്നത്. അതില് എത്ര? 4400 സ്ക്വയർ കിലോമീറ്റർ എവിടെ? കേരളത്തില. കേരളത്തില്. കേരള. അതുപോലെ 1786 ഇത്ര എവിടെയാ? ഇത്രയും സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാട്ടിലാ. ഓക്കെ, തമിഴ്നാട്. അപ്പം കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീ തടാകമാണ് എന്ത്? ഭാരതപ്പുഴയുടെ നദീതടം എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ നദീതടം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദീ തടാകമാണ്. 4400 സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലും അതുപോലെ 1786 സ്ക്വയർ കിലോമീറ്റർ തമിഴ്നാട്ടിലുമാണ്. അതുപോലെ ഭാരതപ്പുഴ പുനർജീവന ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന വിജ്ഞാപന കേന്ദ്രം ഏതാ?
നിലാവിജ്ഞാപന കേന്ദ്രം. അതായത് ഭാരതപ്പുഴയുടെ പുനർജീവനം ലക്ഷ്യമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു വിജ്ഞാപന കേന്ദ്രമാണ് നിലാവിജ്ഞാപന കേന്ദ്രം. അതുപോലെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തത് കേരളത്തിൽ എവിടെ വെച്ചിട്ടാ? അതായത് ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് കേരളത്തിൽ എവിടെ വെച്ചിട്ടാ? തിരുനാവായി വെച്ചിട്ടാ. തിരുനാവായി തിരുനാവായി വെച്ചിട്ടാണ് എന്ത് ഗാന്ധിജിയുടെ, ജവഹർലാൽ നെഹ്റുവിന്റെ, ലാൽ ബഹദൂർ ശാസ്ത്രിനെയൊക്കെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് കേരളത്തിൽ എവിടെ വെച്ചിട്ടാണ്? തിരുനവായി വെച്ചിട്ടാണ്. ഓക്കെ. അപ്പം കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള നദി തടാകമാണ് എന്ത്? ഭാരതപ്പുഴ. അതില് ഏറ്റവും 4400 സ്ക്വയർ കിലോമീറ്ററും കേരളത്തിൽ, ബാക്കി 1786 തമിഴ്നാട്ടിലുമാണ്. പിന്നെ അതുപോലെ ഭാരതപ്പുഴയെ പുനർജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന വിജ്ഞാപന കേന്ദ്രമാണ് എന്ത്? നിലാവിജ്ഞാപന കേന്ദ്രം. പിന്നെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി ഇവരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് കേരളത്തിൽ എവിടെ വെച്ചിട്ടാ? തിരുനവായി വെച്ച. എവിടെ വെച്ച? തിരുനവായി. ഇനി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടുടെ ജന്മസ്ഥലം എവിടെയാ? തിരു 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 തിരുനവിയെ വെച്ചിട്ടാണ്. ഇപ്പൊ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എവിടെയാ? തിരുനാവായിലാണ്. തിരുനവായിലാണ്. നവായി. ഓക്കെ. അപ്പൊ മേപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തിരുനവായിയാണ്. പിന്നെ അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രസിദ്ധമായ രചനയാണ് നാരായണീയം. അപ്പം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രസിദ്ധമായ രചന എന്ന് പറയുന്നത് നാരായണീയം. ഇനി മിനി പമ്പ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാ? മിനി പമ്പ ഭാരതപ്പുഴയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭാരതപ്പുഴയായിട്ടാണ് മിനി പമ്പ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ജന്മസ്ഥലമാണ് ഇത് തിരുനവ്യ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടുടെ പ്രധാനപ്പെട്ട രചനയാണ് എന്ത്? നാരായണീയം. പിന്നെ അതുപോലെ മിനി പമ്പ ഏത് നദിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭാരതപ്പുഴയായിട്ടാണ്.